ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടിക്കൊണ്ടിരിക്കുന്ന ഓൺലൈനിൽ പങ്കെടുക്കുന്ന ദൈവജനത്തോട് കർത്താവിന് വലിയ സ്നേഹമാണെന്നും ആ സ്നേഹത്തിൻ്റെ ഭാഗമായി ഒരു നല്ല ദൈവവചനം നൽകി നമ്മളെ ബലപ്പെടുത്തുകയാണ്. അതൊരാശംസയാണ്, അതൊരു പ്രാർത്ഥനയാണ്. വിശുദ്ധ യോഹന്നാൻ്റെ ലേഖനം, 3 ലേഖനങ്ങളാണ് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയിരിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ 3-ാമത്തെ ലേഖനം, ബൈബിൾ തുറക്കാം, ആ ലേഖന ഭാഗം ഒന്ന് ശ്രദ്ധിക്കാം. 3-ാമത്തെ ലേഖനം, ആ 3-ാമത്തെ ലേഖനത്തിൽ ഒറ്റ അധ്യായമേ ഉള്ളൂ. 3-ാമത്തെ ലേഖനം 2-ാമത്തെ തിരുവചനം, സെൻറ്റ് ജോൺസ് 3rd ലെറ്റർ 2nd വേർഡ്. 3 ലേഖനങ്ങളാണുള്ളത്. 3-ാമത്തെ ലേഖനം അതിൻ്റെ 2-ാമത്തെ തിരുവചനം. നമുക്കത് ശ്രദ്ധയോടെ വായിക്കാം. വാത്സല്യഭാജനമേ, വാത്സല്യഭാജനമേ, നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിൽ ആയിരിക്കുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും നിനക്ക് ഐശ്വര്യമുണ്ടാകട്ടെ എന്നും നീ ആരോഗ്യവാനായിരിക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതാണ് കർത്താവ് ഇന്നേ ദിവസം ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾക്ക് നൽകുന്ന വലിയ ഒരു സമ്പത്ത്. വലതുകരം ഉയർത്തിപ്പിടിച്ച് വചനം നമുക്കൊന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. വാത്സല്യഭാജനമേ, നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും നിനക്ക് ഐശ്വര്യമുണ്ടാകട്ടെ, നീ ആരോഗ്യവാനായിരിക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Beloved, I pray that all may go well with you and that you may be in good health just as it is well with you in soul. നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിൽ ആയിരിക്കുന്നത് പോലെ തന്നെ നിനക്ക് നല്ല ആരോഗ്യമുണ്ടാവട്ടെ എന്നും നിനക്ക് ഐശ്വര്യമുണ്ടാവട്ടെ എന്നും ഇതാ സർവശക്തനായ ദൈവം നിനക്കൊരു ആശംസ നൽകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നത്തെ ശുശ്രൂഷയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണെന്നറിയാവോ? നമുക്ക് ആത്മീയമായി ആരോഗ്യമുള്ളവരാകാൻ കർത്താവ് തന്ന ഒരു ശുശ്രൂഷ ദിനമാണ്. എങ്ങനെ ആത്മീയമായി ആരോഗ്യമുള്ളവരാകാൻ? എൻ്റെ കൂടെ ഒന്ന് പറയാവോ? ആത്മീയമായി ആരോഗ്യമുള്ളവരാകാൻ കർത്താവ് തന്ന ഒരു ശുശ്രൂഷ ദിനമാണ്. എന്തിനാണ്? ആത്മീയമായി ആരോഗ്യമുള്ളവരാകാൻ. നമ്മൾ സാധാരണഗതിയിൽ ആരെങ്കിലുമൊക്കെ കണ്ടുമുട്ടുമ്പോൾ അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യം, നിനക്ക് സുഖമാണോ? എന്നിട്ട് ചോദിക്കുന്നൊരു ചോദ്യം, നിനക്ക് നിൻ്റെ ആരോഗ്യം എങ്ങനെയുണ്ട്? അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചേ, നിൻ്റെ ആരോഗ്യം എങ്ങനെയുണ്ട്? ചോദിക്ക്, നിൻ്റെ ആരോഗ്യം എങ്ങനെയുണ്ട്? എന്തു പറഞ്ഞു? നിൻ്റെ ആരോഗ്യം എങ്ങനെയുണ്ട്? ഹൗ ഈസ് യുവർ ഹെൽത്ത്? നിൻ്റെ ആരോഗ്യം എങ്ങനെയുണ്ട്? കഷ്ടപ്പെട്ടാണ് ഇവിടം വരെ എത്തിയത്. നടക്കാൻ തന്നെ വയ്യ, ആരോഗ്യം പോരാ, പണ്ടത്തെ പോലെയൊന്നും പറ്റുന്നില്ല, നടക്കാനൊന്നും പറ്റുന്നില്ല. പ്രത്യേകിച്ച് കേരളത്തിലെ പശ്ചാത്തലത്തിൽ മഴക്കാലമായതുകൊണ്ട് അച്ഛാ നടന്നു വഴിക്കൊക്കെ തെന്നി വീഴുവാണ്. പണ്ടത്തെ പോലെ ഒരു ബലം കിട്ടുന്നില്ല. നിന്റെ ആരോഗ്യം എങ്ങനെയുണ്ട്? ഇതാണ് ചോദ്യം. എന്താണ് ചോദ്യം? നിന്റെ ആരോഗ്യം എങ്ങനെയുണ്ട്? സാധാരണ നമ്മൾ ചോദിക്കുന്ന ഈ ചോദ്യത്തിനും മുകളിൽ അതുക്ക് മേല് യോഹന്നാൻ ശ്ലീഹ നമ്മളോട് പറയുന്നത്, നിന്റെ ആത്മീയ ആരോഗ്യം എങ്ങനെയുണ്ട്? നിന്റെ സ്പിരിച്വൽ ഹെൽത്ത് എങ്ങനെയുണ്ട്? എന്താ അതിൻ്റെ പ്രത്യേകത എന്നറിയോ? ആത്മീയമായി നിനക്ക് ആരോഗ്യമുണ്ടെങ്കിൽ ശാരീരികമായും മാനസികമായും നിനക്ക് ആരോഗ്യം ഉണ്ടായിക്കോളും. പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ. എൻ്റെ കൂടെ പറ,
ആത്മീയമായി ആരോഗ്യമുണ്ടെങ്കിൽ മനസ്സിലും ശരീരത്തിലും ആരോഗ്യമുണ്ടായിക്കൊള്ളും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ശരീരത്തിൻ്റെ ആരോഗ്യത്തെ ശ്രദ്ധിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, നമ്മുടെ ശ്രദ്ധ പോകേണ്ട മേഖല ഏതാണ്? നമ്മുടെ ആത്മീയമായ ആരോഗ്യം എങ്ങനെയുണ്ട്, നിന്റെ ആത്മീയ അവസ്ഥ എങ്ങനെയുണ്ട്? യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ കൃത്യമായിട്ട് കുറിച്ചു വയ്ക്കുന്നത് ഇങ്ങനെയാണ്: വാത്സല്യഭാജനമേ, മൈ ബിലൗഡ് എന്ന് പറഞ്ഞാൽ അത്രേ സ്നേഹിക്കുന്ന സഹോദര സഹോദരി, പേര് പറഞ്ഞോണ്ടാ പറയണേ, നിന്നെ അത്രമേൽ സ്നേഹമാണ്. എന്നിട്ട് എന്താ പറയണത്? നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും നിനക്ക് ഐശ്വര്യമുണ്ടാവട്ടെ. ആത്മാവ് ആരോഗ്യമുള്ളതായതുകൊണ്ട്, നിന്റെ ആത്മീയ അവസ്ഥ നല്ലതായതുകൊണ്ട് നിനക്ക് ഐശ്വര്യമുണ്ടാവട്ടെ. ഇത് പറയുമ്പോഴത്തേക്ക് ഓർത്തുകൊള്ളണം, ആത്മീയ അവസ്ഥ മോശമാണെങ്കിൽ എന്ത് സംഭവിക്കും? ഐശ്വര്യം ഉണ്ടാവില്ല. ആത്മീയ അവസ്ഥ മോശമാണെങ്കിൽ ഉറക്കം കിട്ടില്ല. ആത്മീയ അവസ്ഥ മോശമാണെങ്കിൽ ആരോഗ്യം മോശമാകും. എല്ലാ കാര്യത്തിലും താളം തെറ്റും. ഇന്ന് തിരുവചനം നമ്മളെ ക്ഷണിക്കുന്നതെന്നറിയോ? ആത്മീയ മേഖലയിൽ നമ്മൾ നല്ല ആരോഗ്യം പ്രാപിക്കണം. ഇന്നത്തെ ശുശ്രൂഷ മുഴുവൻ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന അതിനു വേണ്ടിയിട്ടാണ്. ആത്മീയ മേഖലയിൽ നമ്മൾ നല്ല ആരോഗ്യം പ്രാപിക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കൈ കൊടുത്തോണ്ട് പറ, ആത്മീയമായി നീ നല്ല ആരോഗ്യം പ്രാപിക്കണം. ആത്മീയമായി. അടുത്തുള്ളവരെ നോക്കാൻ പേടിയാണ്. ഒന്നും ചെയ്യല്ല, പാവമല്ലേ? പാവം. അതിൻ്റെ ഇരിപ്പ് കണ്ടാൽ നമുക്ക് പേടി തോന്നും, അത്രയേ ഉള്ളൂ. പക്ഷെ പാവമാണ്. അതിൻ്റെ കൈക്ക് പിടിച്ച് അതിനോട് പറ, ആത്മീയമായി നിനക്ക് നല്ല ആരോഗ്യം വേണം. ആത്മീയമായി നിനക്ക് നല്ല ആരോഗ്യം വേണം. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ അതിൻ്റെ ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ വലിയ ശരീരമൊക്കെ ഉണ്ട്, പക്ഷേ അതിൻ്റെ ആത്മീയ അവസ്ഥ എന്താ? ആത്മീയ അവസ്ഥയാണ് പ്രധാനപ്പെട്ടത്. ആത്മീയ അവസ്ഥ നല്ലതാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ശരീരത്തിലും മനസ്സിലും അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഐശ്വര്യം ഉണ്ടാവും. വലതുകര സ്വർഗത്തിലേക്ക് ഉയർത്തി ഉച്ചത്തിലൊരു ഹല്ലേലൂയ പറഞ്ഞേ. അല്പം കൂടെ ചൊത്തി പറഞ്ഞേ. സാമുവേലിൻ്റെ 1-ാം പ്രവചനം 16-ാം അധ്യായം 7-ാം തിരുവചനം. 1 സാമുവേൽ ചാപ്റ്റർ 16 വേഴ്സ് 7. അവിടെ വചനം പഠിപ്പിക്കുന്നത്, മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത്. നമ്മളിപ്പോൾ കണ്ടത് എന്താ? നമ്മുടെ അടുത്ത് നല്ല ആരോഗ്യത്തോടുകൂടെ നല്ല സാരി ഉടുത്ത് നല്ല ചുരിദാറിട്ട് നല്ല ഷർട്ടിട്ട് നല്ല വണ്ടിയിലൊക്കെ വന്ന് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ നമുക്ക് തോന്നുന്നത്, ഒയ്യോ കൊള്ളാമല്ലോ, നന്നായിരിക്കുന്നു. നമ്മൾ മാത്രം ഇങ്ങനെ അധോഗതി. വചനം പറയുന്നു, മനുഷ്യൻ കാണുന്നതല്ല ദൈവം കാണുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, മനുഷ്യൻ കാണുന്നതല്ല ദൈവം കാണുന്നത്. മനുഷ്യൻ കാണുന്നതല്ല ദൈവം കാണുന്നത്. സാമുവേലിൻ്റെ 1-ാം പ്രവചനം 16:7 പറയുന്നു, മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും. വലതുകര ഉയർത്തിപ്പറ, മനുഷ്യൻ ഉച്ചത്തി പറയി, മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ആന്തരിക മനുഷ്യനെ, ഹൃദയഭാവത്തെ, പുറത്തല്ല. പക്ഷെ നമ്മുടെ ഒട്ടുമുക്കാല് സമയം നമ്മൾ ചെലവഴിക്കുന്നത് പുറത്തെ കാര്യത്തെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, അല്ലേ? പുറത്തെ കാര്യത്തെ മെച്ചപ്പെടുത്താൻ വേണ്ടി, മേക്കപ്പിന് വേണ്ടി എന്തോരം സമയം, ഇഷ്ടം പോലെ സമയം പല കാര്യങ്ങളും നമ്മളെ തന്നെ പുറമോടി മെച്ചപ്പെടുത്താൻ വേണ്ടി, വസ്ത്രവിധാനം, നമ്മുടെ മേക്കപ്പ്, ആ കാര്യം ഈ കാര്യം. എന്നാൽ ചോദ്യം, നിന്റെ ആത്മാവിൻ്റെ അവസ്ഥ എന്ത്? പുറമോടിയല്ല ദൈവം നോക്കുന്നത്, നിന്റെ ഉള്ളിലാണ്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം ഒന്ന് തുറന്നേ, 16:26. മാത്യു ചാപ്റ്റർ 16 വേഴ്സ് 26. മത്തായി സുവിശേഷം 16:26 നമുക്ക് പരിചിതമായ ഒരു വചനം മത്തായി ശ്ലീഹ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്താണത്?
ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? ഒരുവൻ സ്വന്തം ആത്മാവിന് പകരമായി എന്ത് കൊടുക്കും? കണ്ടോ എന്തൊരു ചോദ്യം എന്നറിയോ? ചോദ്യം കേട്ടോ? ചിലർ കേൾക്കാത്ത പോലെ ഇരിക്കുന്നു. ഇതൊന്നും എനിക്ക് കേൾക്കണ്ട. അത്ഭുതങ്ങൾ വരുമ്പോൾ മാത്രം എന്നെ വിളിച്ചാൽ മതി, ഞാൻ ഇവിടെ ഇരുന്ന് ഉറങ്ങിക്കോളാം. എൻ്റെ പൊന്നു ചേട്ടാ, എൻ്റെ പൊന്നു ചേച്ചി, ദേ ഇത് ശ്രദ്ധിച്ചിട്ട് നീ അടുത്ത കാര്യത്തിന് നോക്കിക്കോ. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. നിന്റെ ദൈവം നിന്റെ ഹൃദയത്തെ നോക്കുന്നു. എന്നിട്ട് ദേ മത്തായി ശ്ലീഹ ചോദിക്കുന്ന ചോദ്യം, വലതുകരം ഉയർത്തിപ്പിടിച്ച് ഈ വചനം ഏറ്റുപറഞ്ഞേ, ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? ഹല്ലേലൂയാ. ഇഷ്ടം പോലെ നീ നേടിയിട്ടുണ്ടാവും, ഇഷ്ടം പോലെ പല കാര്യങ്ങളും നേടിയിട്ടുണ്ടാവും. പക്ഷേ സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? ശക്തമായൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. നിനക്ക് സമാധാനം കിട്ടിയില്ലെങ്കിൽ എന്ത് പ്രയോജനമെന്ന്? സമാധാനം കിട്ടിയില്ലെങ്കിൽ എന്ത് പ്രയോജനം? വലിയ ഒരു വ്യാവസായിക മേഖലയുടെ ഉള്ള ഒരു കുടുംബം, ആ കുടുംബത്തിലെ ഏക ആൺചെറുക്കൻ ഇവിടുന്ന് കുറേ ദൂരാണ്. അപ്പം അവരെന്നാലും പോട്ട ആശ്രമത്തിൽ വന്ന് പ്രാർത്ഥിക്കാൻ ഒരു നിയോഗം വെച്ച് കഴിഞ്ഞ ദിവസം വന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്. അച്ഛാ, ഇന്ന സ്ഥലത്ത് ഇന്ന വ്യവസായ മേഖല. ഞാൻ പറഞ്ഞ അയ്യോ കേട്ടിട്ടുണ്ട്, അതാ അച്ഛാ ഞങ്ങളുടേതാണ്, ഞങ്ങൾ വലിയ സങ്കടത്തിലാണ്, ഞങ്ങളുടെ മകൻ്റെ കാര്യത്തിൽ ഞങ്ങൾ വലിയ സങ്കടത്തിലാണ്. ആകപ്പാട് ഒരൊറ്റ മകനേ ഉള്ളൂ, ഇഷ്ടം പോലെ സമ്പത്തുണ്ട്, ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ മകൻ്റെ കാര്യം ഓർത്തിട്ട് ഇവർക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. അച്ഛാ, അവൻ പള്ളിയിൽ പോകത്തില്ല, പ്രാർത്ഥിക്കത്തില്ല, അവൻ ഒരു പ്രത്യേകതരം തലതിരിഞ്ഞ സ്വഭാവമാണ് അച്ഛാ. ദൈവകാര്യങ്ങളോട് ഒട്ടും താല്പര്യമില്ല. അവൻ ഇഷ്ടം പോലെ വണ്ടിയും കൂട്ടുകാരൊക്കെ ആയിട്ട് യാത്രകളിലാണ്. അവനോടൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്നില്ല. അവൻ വലിയ ഭാരത്തിലാണ്. ഞാനിത് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഇഷ്ടം പോലെ പല കാര്യങ്ങളുമുണ്ട്. എന്താണ് നമ്മുടെ ആത്മീയ അവസ്ഥ? ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? അതുകൊണ്ട് ദൈവം പറയുന്നത് എന്തെന്നറിയോ? ആദ്യം നിന്റെ ആത്മാവിൻ്റെ കാര്യം, ആദ്യം നിന്റെ ആത്മാവിൻ്റെ ആരോഗ്യം നീ ശ്രദ്ധിക്കണം. മത്തായി സുവിശേഷം 6-ാം അധ്യായം 33-ാം തിരുവചനം വായിച്ചേ. മാത്യു ചാപ്റ്റർ 6 വേഴ്സ് 33. മത്തായി 6:33 അറിയാവുന്നൊരു വചനമാണ്. പറഞ്ഞേ. ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. കണ്ടോ, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ആദ്യം എന്താ അന്വേഷിക്കേണ്ടത്? ദൈവരാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കണം. ഇന്നത്തെ ശുശ്രൂഷ കർത്താവ് അപ്രകാരം ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ ആത്മീയ ആരോഗ്യത്തെക്കുറിച്ച് ശ്രദ്ധിക്കാനാണ്. ആത്മീയ ആരോഗ്യത്തെക്കുറിച്ച് ശ്രദ്ധിച്ചാലുള്ള മെച്ചമെന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രവൃത്തികളിലും അനുഗ്രഹം ഉണ്ടാവും. ഇല്ലെങ്കിൽ ഇഷ്ടം പോലെ പ്രവൃത്തി ഉണ്ടാവും, പക്ഷേ റിസൾട്ട് 0. നമ്മൾ ചില വീടുകളിലും ചില സ്ഥലങ്ങളിലൊക്കെ പ്രാർത്ഥിക്കാനൊക്കെ കടന്നു ചെല്ലുമ്പോൾ കണ്ടിട്ടുള്ളൊരു കാര്യം എന്താ? ഇഷ്ടം പോലെ കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷേ ഒന്നും മിച്ചം കിട്ടുന്നില്ല. കഴിഞ്ഞ ധ്യാനത്തിന് വന്നൊരു കുടുംബത്തിൻ്റെ സങ്കടം, അച്ഛാ ദേ ഞാനും എൻ്റെ ഭർത്താവും, ഭാര്യയും ഭർത്താവും 2 കുഞ്ഞുങ്ങളും ഉണ്ട്. അപ്പോൾ ഇവർ 2 പേരും ബാങ്ക് ജോലിക്കാരാണ്, ശമ്പളമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അച്ഛാ മാസത്തിൻ്റെ ഒരു പകുതി ആകുമ്പോൾ ഉണ്ടല്ലോ, പിന്നെ വല്ലവരോടൊക്കെ മേടിച്ചിട്ടാണ് ഞങ്ങൾ വീട് ഒന്ന് ഉന്തി തള്ളി മുമ്പോട്ട് പോകുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, ശമ്പളം അതെങ്ങോട്ട് പോകണമെന്നൊരു പിടുത്തമില്ല അച്ഛാ, കിട്ടുന്നുണ്ടെന്ന്. 2 പേർക്ക് ശമ്പളമുണ്ട്, കയ്യിലോട്ട് കിട്ടും. പക്ഷേ 2 ആഴ്ച കഴിയുമ്പോൾ ഈ കിട്ടിയതെല്ലാം കയ്യിലെ വെള്ളം ചോർന്നു പോകുന്നത് പോലെ എങ്ങാണ്ട് പോയി. എന്നിട്ട് വല്ലവരോടും കടം മേടിച്ചാണച്ച കാര്യം മുമ്പോട്ട് നീങ്ങുന്നത്. പുറത്ത് പറയാൻ പറ്റത്തില്ലെന്ന്. 2 പേരും ബാങ്ക് ജോലിക്കാർ, നല്ല ശമ്പളമുണ്ട്, വലിയ ബാധ്യതകളൊന്നും ഇല്ല. 2 ചെറിയ പിള്ളേരാ, വലിയ ബാധ്യതകളൊന്നുമില്ല. പക്ഷെ ഇവർക്ക് അറിഞ്ഞുകൂടെന്ന്. ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പഴയ നിയമത്തിൽ ഒരു വചനം മനസ്സിൽ കർത്താവ് ഓർമ്മയിൽ കൊണ്ടുവന്നു. ഹഗ്ഗായിയുടെ പ്രവചനം. ബൈബിൾ ഉണ്ടെങ്കിൽ തുറന്നേ. ഹഗ്ഗായി ആരാണ്? കക്കായി അല്ല, ഹഗ്ഗായി. പറഞ്ഞേ.
ഹഗ്ഗായി. ഹഗ്ഗായിയുടെ പ്രവചനം 1-ാം അധ്യായം 6-ാം തിരുവചനം. ബുക്ക് ഓഫ് ഹഗ്ഗായി ചാപ്റ്റർ 1:6. ഒന്ന് തുറന്ന് വായിച്ചു. നല്ലൊരു വചനമാണ്. ഹഗ്ഗായി പ്രവചനം 1:6. നിങ്ങൾ ഏറെ വിതച്ചു, നിങ്ങൾ ഏറെ വിതച്ചു, കുറച്ചു മാത്രം കൊയ്തു. കുറച്ചു മാത്രം കൊയ്തു. നിങ്ങൾ ഭക്ഷിക്കുന്നു, നിങ്ങൾ ഭക്ഷിക്കുന്നു, ഒരിക്കലും തൃപ്തരാകുന്നില്ല. ഒരിക്കലും തൃപ്തരാകുന്നില്ല. നിങ്ങൾ പാനം ചെയ്യുന്നു, നിങ്ങൾ പാനം ചെയ്യുന്നു, തൃപ്തി വരുന്നില്ല. തൃപ്തി വരുന്നില്ല. നിങ്ങൾ വസ്ത്രം ധരിക്കുന്നു, നിങ്ങൾ വസ്ത്രം ധരിക്കുന്നു, ആർക്കും കുളിര് മാറുന്നില്ല. ആർക്കും കുളിര് മാറുന്നില്ല. കൂലി ലഭിക്കുന്നവന് കൂലി ലഭിക്കുന്നവന് അത് ലഭിക്കുന്നത് ഓട്ടസഞ്ചിയിൽ ഓട്ടസഞ്ചിയിൽ ഇടാൻ മാത്രം. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കൂലി ലഭിക്കുന്നവന് അത് ലഭിക്കുന്നത് ഓട്ടസഞ്ചിയിൽ ഇടാൻ മാത്രം. പ്രൈസ് ദി ലോർഡ്. Praise the Lord. പിടികിട്ടുന്നുണ്ടോ? ഒന്നും കൂടെ ആ വചനം ഒന്ന് വായിച്ചേ, ഒന്നും കൂടെ വായിച്ചേ. നിങ്ങൾ ഏറെ വിതച്ചു, നിങ്ങൾ ഏറെ വിതച്ചു. വിത ഒത്തിരി ഉണ്ട്. വിതച്ചു, കുറച്ചു മാത്രം കൊയ്തു. നിങ്ങൾ ഭക്ഷിക്കുന്നു, നിങ്ങൾ ഭക്ഷിക്കുന്നുണ്ട്, ഒരിക്കലും തൃപ്തരാകുന്നില്ല. തൃപ്തരാവുന്നില്ല. നിങ്ങൾ പാനം ചെയ്യുന്നു, വെള്ളം കുടിച്ച് പാനം ചെയ്യുന്നു, തൃപ്തി വരുന്നില്ല. ദാഹം മാറുന്നില്ല. നിങ്ങൾ വസ്ത്രം ധരിക്കുന്നു, വസ്ത്രമൊക്കെ ധരിച്ചു, ആർക്കും കുളിര് മാറുന്നില്ല. തണുപ്പ് കുളിര് മാറുന്നില്ല. കൂലി ലഭിക്കുന്നവന് അത് ലഭിക്കുന്നത് ഓട്ടസഞ്ചിയിൽ ഇടാൻ മാത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. കൂലിയൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷേ അത് കിട്ടുന്നത് ഓട്ടസഞ്ചിയിൽ ഇടാൻ മാത്രം. ഓട്ടസഞ്ചിയിൽ ഇടാൻ മാത്രം. ഞാൻ നേരത്തെ പറഞ്ഞ ഭാര്യയും ഭർത്താവും ബാങ്ക് ഉദ്യോഗസ്ഥരാണ്, ഇഷ്ടംപോലെ ശമ്പളമൊക്കെ കിട്ടുന്നുണ്ട്. ഇവരെക്കുറിച്ച് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ഓർമ്മയിൽ ഈ വചനം കൊണ്ട് സമ്മാനിച്ചു. ഞാൻ എൻ്റെ ബൈബിള് തുറന്നപ്പോൾ ഒരു പേപ്പർ ഇരിക്കുന്നു. 20 വർഷം മുമ്പ്, 1-2 അല്ല, 20 വർഷം മുമ്പ് അട്ടപ്പാടി സെഹിയോൻ ധ്യാന മന്ദിരത്തിൽ അവിടെ ഒരു ധ്യാനം കൂടി കഴിഞ്ഞ് തിരിച്ചു പോരുന്ന വഴിക്ക് അന്ന് കൂടെ ഒരു സഹോദരൻ യാത്രാമധ്യത്തിൽ എൻ്റെ കയ്യിൽ എഴുതി തന്നൊരു വചനമാണ് ഹഗ്ഗായി 1:6. അന്നത്തെ പേപ്പറാണിത്. ഞാൻ ബൈബിൾ തുറന്നപ്പോൾ ദൈവമേ, ഇത് ഇവർക്ക് വേണ്ടിയുള്ള സന്ദേശം. ആ പേപ്പർ എൻ്റെ ബൈബിളിൽ ഇങ്ങനെ ഇരിക്കുക. ഞാൻ ഇവരോട് പറഞ്ഞു, ഹഗ്ഗായി 1:6. അധ്വാനിക്കുന്നുണ്ട്, പക്ഷേ ഒന്നും മിച്ചം കിട്ടുന്നില്ല. കൂലി ലഭിക്കുന്നത് ഓട്ടസഞ്ചിയിൽ ഇടാൻ മാത്രം. എവിടെ ഇടാൻ? ഓട്ടസഞ്ചിയിൽ. ഓട്ടസഞ്ചിയിൽ. എന്താ ഓട്ടസഞ്ചിയുടെ പ്രത്യേകത? അതിന് ഓട്ടയുണ്ട്, ഇടുന്നതെല്ലാം താഴ്ത്തോട്ട് പോകും, ഒന്നും ശേഖരിക്കപ്പെടുന്നില്ല. അധ്വാനം ഉണ്ടോ? ഉണ്ട്. രാപകല് കടന്നുണ്ട് ഓട്ടം, ചാട്ടം, ബഹളം, അധ്വാനത്തോട് അധ്വാനം, പക്ഷെ മിച്ചം കിട്ടുന്നില്ല. സമാധാനമില്ലെന്ന്, ഉറക്കം കിട്ടുന്നില്ല. പിന്നെ എന്തിനാ ഓടുന്ന? ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ? ഫസ്റ്റ് സെർച്ച് ദ കിങ്ഡം ഓഫ് ഗോഡ്. നിന്റെ ആത്മീയ ആരോഗ്യത്തെക്കുറിച്ച് നീ ആദ്യം ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞ് ബാക്കിയെല്ലാം. ഇതുണ്ടെങ്കിൽ അതുണ്ട്. ഏതുണ്ടെങ്കിൽ പറഞ്ഞേ? ആത്മീയമായി ആരോഗ്യമുണ്ടെങ്കിൽ നിനക്ക് ഭൗതിക സമൃദ്ധി ഉണ്ടെന്ന് ബൈബിളും തുറന്ന് വായിച്ചേ. സങ്കീർത്തനം അതിൻ്റെ 1-ാം അധ്യായം 1, 2, 3. ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 1. സങ്കീർത്തനം 1-ാം അധ്യായം അതിൻ്റെ 1, 2, 3 തിരുവചനം. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. അടുത്ത വചനം. അവന്റെ ആനന്ദം കർത്താവിന്റെ നിയമത്തിലാണ്. രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല പൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണവൻ. അവന്റെ പ്രവൃത്തികൾ സഫലമാകുന്നു. കണ്ടോ? അതായത് ആത്മീയമായി ആരോഗ്യമുള്ള വ്യക്തിയുടെ പ്രവൃത്തികളെല്ലാം സഫലമാകും. സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ. അടുത്തിരിക്കുന്ന ആളോട് പറ, ആത്മീയ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണം. ആത്മീയ ആരോഗ്യത്തിൽ ഇച്ചിരൂടെ ശ്രദ്ധ വേണം. നിന്റെ ശാരീരിക അധ്വാനം ഒക്കെ കൊള്ളാം, നല്ല കാര്യം. നിന്റെ ജോലി കൊള്ളാം, നിന്റെ ആ കാര്യം കൊള്ളാം, ഈ കാര്യം കൊള്ളാം, വണ്ടി കൊള്ളാം, വീട് കൊള്ളാം, ഡ്രസ്സ് കൊള്ളാം, എല്ലാം കൊള്ളാം. പക്ഷേ ആത്മീയ കാര്യത്തെക്കുറിച്ച് നിനക്കൊരു ശ്രദ്ധ വേണം. കാരണം ആത്മീയമായി ശ്രദ്ധയുണ്ടെങ്കിലേ നമുക്ക് ഭൗതിക തലങ്ങളിൽ അനുഗ്രഹം കിട്ടൂ. ജെറമിയായുടെ പ്രവചനം 17-ാം അധ്യായം 7, 8 തിരുവചനം ഒന്ന് വായിച്ചാലോ? ജെറമിയ ചാപ്റ്റർ 17
വേർഡ് 7 and 8. ജെറമിയ 17. കർത്താവിൽ നല്ല വചനം വായിച്ചോ. അനുഗ്രഹീതൻ. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ. അനുഗ്രഹീതൻ. അവന്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്. അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അത് വേനൽക്കാലത്ത് ഭയപ്പെടുന്നില്ല. അതിന്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല. അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ അനുഗ്രഹം വേണ്ടവര് മാത്രം കരമുയർത്തി എന്റെ കൂട്ടത്തിൽ ഈ വചനം ഒന്ന് ഒച്ചത്തിൽ പറഞ്ഞോ. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ. അവന്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്. അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല. അതിന്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്ത് അതിന് ഉത്കണ്ഠയില്ല. അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരൊന്ന് കൈയടിച്ച് ഈ വചനം ഏറ്റെടുത്ത് നല്ല കൈയടി കൊടുത്ത കരങ്ങൾ ഉയർത്തി കൈയടിച്ച്. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവർ നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങൾ കൈയടിച്ച് ഈ വചനം സ്വീകരിച്ചോ എന്ന് പറഞ്ഞാൽ ദേ വിശ്വസിച്ചോണം. ആത്മീയമായി ആരോഗ്യമുള്ളവൻ പ്രതികൂല സാഹചര്യങ്ങളിലും സമാധാനത്തോടെ ജീവിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആത്മീയ ആരോഗ്യമുള്ളവൻ പ്രതികൂല സാഹചര്യങ്ങളിലും സമാധാനത്തോടെ ജീവിക്കും. എഴുതി വെച്ച് പഠിച്ചോ ചേച്ചി, ഗുണം ചെയ്യും. ആത്മീയ ആരോഗ്യമുള്ളവൻ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴും സമാധാനത്തോടെ ജീവിക്കും. പറഞ്ഞേ, ആത്മീയ ആരോഗ്യമുള്ളവൻ പ്രതികൂല സാഹചര്യങ്ങൾ ഉള്ളപ്പോഴും സമാധാനത്തോടെ ജീവിക്കും. ഇല്ലെങ്കിൽ എന്തു പറ്റും? വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അയ്യോ എന്നാ പിന്നെ കെട്ടിത്തൂങ്ങി ചത്തേക്കാം. ആരാത് ചിന്തിക്കുന്നത്? ആത്മീയമായി ആരോഗ്യമില്ലാത്തവൻ അവൻ അങ്ങനെ ചിന്തിക്കും. ആത്മീയമായി ആരോഗ്യമില്ലാത്തവന് ഉറക്കം കിട്ടിയാല അവൻ്റെ തല ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കും. ആത്മീയമായി ആരോഗ്യമില്ലാത്തവൻ വീട്ടിലൊരു സാമ്പത്തിക പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ അവൻ റോട്ടിൽ കൂടെ നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കും. ആത്മീയമായി ആരോഗ്യമില്ലാത്തവൻ വീട്ടിൽ മക്കളുടെ കാര്യത്തിൽ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഉടനെ തന്നെ നാണക്കേട്, അപമാനം വീടിനുള്ളിൽ ഇങ്ങനെ മറഞ്ഞിരിക്കും. ആത്മീയമായി ആരോഗ്യമുള്ളവൻ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായാലും അവൻ സമാധാനത്തോടെ ജീവിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷ സമയത്ത് നമ്മുടെ ഒറ്റ പ്രാർത്ഥനയുള്ള എന്തിനാണെന്നറിയാവോ? ആത്മീയമായി നമുക്ക് ആരോഗ്യം വീണ്ടെടുക്കണം. നമ്മൾ പലരും ക്ഷീണിച്ചവരാണ്. നമ്മൾ പലരും ആത്മീയമായി ആരോഗ്യപരമായ മേഖലകളിൽ ക്ഷീണിച്ചവരാണ്. നമുക്ക് ആത്മീയമായി ആരോഗ്യം വീണ്ടെടുക്കണം. സ്വരമുയർത്തി പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 5-ാം തിരുവചനം നമ്മളോട് പറയുന്നത്, നീ ക്രിസ്തുവിൽ നിലനിൽക്കുന്നെങ്കിൽ ഫലം ചൂടും. യോഹന്നാൻ സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 15 വേഴ്സ് 5, 15:5 കിട്ടിയെങ്കിൽ തുറന്നേ വായിച്ചേ. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവനേറെ ഫലം പുറപ്പെടുവിക്കും. ദേ, നിന്റെ വീട്ടിൽ നിന്റെ പ്രവർത്തികൾക്ക് ഫലമുണ്ടാകണമെങ്കിൽ, റിസൾട്ട് ഉണ്ടാകണമെങ്കിൽ നീ തായ്തണ്ടിനോട് ചേർന്നിരിക്കണം. ആത്മീയമായി ബലം പ്രാപിച്ചിരിക്കണം. എങ്കിലേ റിസൾട്ട് ഉള്ളൂ. ഇല്ലെങ്കിൽ കഷ്ടപ്പാടുണ്ട്. നീ വിചാരിക്കും ഞാനിതെല്ലാം നേടി, പക്ഷേ ആത്യന്തികമായി നമുക്കത് സമാധാനം നൽകുകയില്ല. ശ്രദ്ധ പറഞ്ഞ ഹല്ലേലൂയ. ബുക്ക് ഓഫ് ഡ്യൂട്രോണമി, നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം. ഡ്യൂട്രോണമി, നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം, അതിൻ്റെ 1ഉം 2ഉം തിരുവചനം ഒന്ന് വായിച്ചേ. നിയമാവർത്തനം 28 അതിൻ്റെ 1ഉം 2ഉം തിരുവചനം. നിന്റെ ദൈവമായ കർത്താവിന്റെ വാക്ക് കേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളെക്കാൾ ഉന്നതനാക്കും. കണ്ടോ
വചനം പഠിപ്പിക്കുന്നത് നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ എന്ന് പറഞ്ഞാൽ ആത്മീയമായി നമ്മളൊരു ശ്രദ്ധ കൊടുത്താൽ എന്താ ഗുണം? ഭൂമിയിലെ മറ്റെല്ലാ ജനതകളെക്കാൾ നിന്നെ ഉന്നതനാക്കും. അവിടുത്തെ വചനം ശ്രവിച്ചാൽ അവിടുന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ ചൊരിയും. 2 കരങ്ങൾ ഈ ശിരസിൽ ഇങ്ങനെ കമഴ്ത്തി വെച്ച്, 2 കരങ്ങൾ ശിരസിൽ ഇങ്ങനെ കമഴ്ത്തി വെച്ച് കണ്ണടച്ച് ഈ വചനം ഉള്ളിൻ്റെ ഉള്ളിൽ ഞാനിത് പറയുമ്പോൾ ഏറ്റു പറഞ്ഞോണേ. നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളെക്കാൾ ഉന്നതനാക്കും. അവിടുത്തെ വചനം ശ്രവിച്ചാൽ അവിടുന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ ചൊരിയും, എന്റെ മേൽ ചൊരിയും, എന്റെ മേൽ ചൊരിയും. ആമേൻ, ആമേൻ, ആമേൻ. കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. ഇത് നമ്മൾ ഏറ്റെടുത്തോണം കേട്ടോ. പ്രാർത്ഥിക്കുമ്പോൾ വചനം കേൾക്കുമ്പോൾ വചനം കേൾക്കുന്നത് അത് ഓരോ വ്യക്തിയും സ്വയം ഏറ്റെടുക്കണം. നിയമാവർത്തന പുസ്തകം 28:1-2 കർത്താവ് ഇത് ഞാനാണ്. ഓരോ വ്യക്തിയും സ്വയം പറയണം, കർത്താവ് ഇത് എന്നിലാണ് സംഭവിക്കുന്നത്, എന്നെയാണ് കർത്താവ് ഉന്നതനാക്കുന്നത്, എന്നെയാണ് അനുഗ്രഹിക്കുന്നത്. അത് ഏറ്റെടുക്കുന്ന വ്യക്തികൾക്ക് അത് അനുഗ്രഹം ആസ്വദിക്കാൻ പറ്റും. ഇതില്ലെങ്കിൽ എന്ത് പറ്റും? അവർക്ക് അനുഗ്രഹം കിട്ടി, ഇവർക്ക് അനുഗ്രഹം കിട്ടി, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടുപോകും, കാര്യമില്ല. ഓരോ വ്യക്തിയും വചനം കേൾക്കുമ്പോൾ അത് സ്വയം അത് ഏറ്റെടുത്തോണ്ടിരിക്കണം. യെസ്, ഇറ്റ് ഈസ് ഫോർ മീ. എനിക്കാണ് കർത്താവേ, എനിക്കാണ് കർത്താവേ. ഹല്ലേലൂയാ. എഫേസുസ് ലേഖനം 1-3 പൗലോസ്ലീഹ നമുക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്. ആദ്യം വേണ്ടത് എന്താണെന്നറിയാവോ? ആത്മീയ അനുഗ്രഹമാണെന്നാ പറയണേ. എഫേസുസ് 1 അതിൻ്റെ 3 ഒന്ന് വായിച്ചേ. 1:3 സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും, സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചു. കണ്ടോ അതായത് സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും. പറഞ്ഞേ, സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും. സ്വർഗീയമായ കുറച്ച് ആത്മീയ വരങ്ങൾ എന്നാണോ? അല്ലല്ല, സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും എന്ന് പറഞ്ഞാൽ ഈ ശുശ്രൂഷയുടെ പ്രത്യേകതയെക്കുറിച്ച് വചനം പറയും. നമ്മൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന എന്തിനാ? സ്വർഗത്തിൻ്റെ എല്ലാ ആത്മീയ വരങ്ങളും നമുക്ക് വേണം. പറഞ്ഞേ ആമേൻ, ആമേൻ. അത് ചോദിച്ചു മേടിക്കണം. ആത്മീയ വരങ്ങൾ നമുക്ക് വേണമെന്ന്. നമ്മുടെ ഉള്ളിലാണ് വേണ്ടത്, പുറമെയല്ല. നമ്മുടെ ഉള്ളിൽ ആത്മീയ ആരോഗ്യം നമുക്ക് പ്രധാനപ്പെട്ട. അതിനെന്ത് വേണം? സ്വർഗത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും, സ്വർഗത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും. ആമേൻ. അടുത്തിരിക്കുന്ന ആൾ കൈ കൊടുത്തോണ്ട് പറ, സ്വർഗത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിനക്കിന്ന് കിട്ടട്ടെ. പറഞ്ഞുകൊടു, സ്വർഗത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിനക്കിന്ന് കിട്ടട്ടെ. പറഞ്ഞു കൊടുത്തേ. അടുത്തുള്ള ആളെ നോക്കിക്കൊണ്ട് പറ, സ്വർഗത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിനക്കിന്ന് കിട്ടട്ടെ, കിട്ടട്ടെ. ആമേൻ. പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ. അപ്പൊ നമ്മൾ വിശ്വസിക്കുകയാണ്, ആത്മീയമായി ആരോഗ്യമുള്ളവന്റെ ഗുണം എന്താ? അവൻ എന്ത് പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും, എന്തെല്ലാം അസ്വസ്ഥതകൾ വന്നാലും അതിനെയെല്ലാം അതിജീവിക്കാൻ അവന് വലിയ കൃപ കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അങ്ങനെയെങ്കിലും ഒന്ന് ചാടി എഴുന്നേറ്റ് നിന്നേ. ആത്മീയമായിട്ടുള്ള ആരോഗ്യം പ്രാപിക്കുന്ന ദിവസമാണ് ഇന്ന്. ഈ വെള്ളിയാഴ്ച ദിനം കർത്താവ് ഇന്ന് ഈ പോട്ട് ആശ്രമത്തിൽ നമ്മളെ കൊണ്ടുവന്നത്, ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് ഈ ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഭൗതിക സമൃദ്ധി രണ്ടാമത്, ആദ്യത്തെ കാര്യം ആത്മീയമായ ആരോഗ്യം. ആത്മീയമായ ആരോഗ്യം. പറഞ്ഞേ, ആത്മീയമായ ആരോഗ്യം, ആത്മീയമായ ആരോഗ്യം. ആ കൈ പിടിച്ച് ഇങ്ങനെ മുഷ്ടി ചുരുട്ടി പറഞ്ഞേ, ആത്മീയമായ ആരോഗ്യം. ഇത് നാട്ടുകാരെ തല്ലാൻ വേണ്ടി മാത്രമുള്ളതല്ല. കൈ ഇങ്ങനെ ഇടയ്ക്ക് പറയണം. പറഞ്ഞേ, ആത്മീയമായ ആരോഗ്യം, ആത്മീയമായ ആരോഗ്യം, ആത്മീയമായ ആരോഗ്യം. ഹല്ലേലൂയാ. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4 അതിൻ്റെ 6-7 തിരുവചനം, സെന്റ് പോൾസ് ലെറ്റർ ടു ഫിലിപ്പിയൻസ് ചാപ്റ്റർ 4 വേഴ്സ് 6 and 7.
ദേ എൻ്റെ കൂടെ ഒച്ചത്തിൽ ഏറ്റു പറഞ്ഞോ കേട്ടോ. ഒന്നിനെ കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവേൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സാഹചര്യങ്ങൾ എന്തുമാവട്ടെ, ദൈവത്തിൽ ആശ്രയിച്ചാൽ നിനക്ക് സമാധാനം കിട്ടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിന്റെ ചുറ്റും പ്രതികൂല സാഹചര്യങ്ങൾ ആയിക്കൊള്ളട്ടെ, ആത്മാവിൽ ആരോഗ്യം പ്രാപിച്ചാൽ നിനക്ക് സ്വസ്ഥത കിട്ടും. ഹല്ലേലൂയ. പൗലോസും സീലാസും ആരാധിച്ചത് എവിടെ കിടന്ന്? തടവറയിൽ. പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിൽ അവര് ആനന്ദിച്ചു. അവരുടെ ഉള്ളിൽ വലിയ സമാധാനം. കാരണം ആത്മീയമായി ആരോഗ്യമുള്ള വ്യക്തിയുടെ ലക്ഷണം അതാണ്. അവൻ തടവറയിലാണോ ചങ്ങലക്കിട്ടിരിക്കുകയാണോ, അവരെന്തു പറയും, അടുത്തിരിക്കുന്ന ആൾ എന്ത് ചിന്തിക്കും, ഇങ്ങനെ നോക്കിക്കൊണ്ടല്ല അവർ പ്രാർത്ഥിക്കുന്നത്. മറിച്ച് ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മീയമായി ആരോഗ്യം പ്രാപിച്ചവൻ മറ്റുള്ളവരെ നോക്കിയല്ല, സാഹചര്യങ്ങളെ നോക്കിയല്ല പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥന എങ്ങനെയാ? ഞാൻ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചാൽ ഇവർ എന്ത് വിചാരിക്കും, അല്ലെ? ഞാൻ ഇങ്ങനെ കൈ പൊക്കിയാൽ ഇവർ എന്ത് വിചാരിക്കും? ഞാൻ ഇങ്ങനെയൊന്നും പ്രാർത്ഥിച്ചിട്ടില്ലല്ലോ. ഞാൻ ഈശോയുടെ മുമ്പിൽ കരഞ്ഞാൽ, ഞാൻ സ്വരമുയർത്തിയാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും? നാട്ടുകാരെ നോക്കി, ചുറ്റുവട്ടത്തെ സാഹചര്യങ്ങളെ നോക്കിയല്ല പ്രാർത്ഥിക്കേണ്ടത്. ആത്മീയമായി ആരോഗ്യം പ്രാപിക്കേണ്ടവൻ പ്രാർത്ഥിക്കേണ്ടത് തമ്പുരാൻ കർത്താവിനോടാണ്. സ്വർഗ്ഗപ്പന ഹല്ലേലൂയാ, ഹല്ലേലൂയാ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചേ. രണ്ട് കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചോ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ദാനിയേൽ എന്ന് പറയുന്ന പ്രവാചകൻ സിംഹക്കുഴിയിൽ കിടക്കുമ്പോൾ അവൻ കണ്ടത് സ്വർഗത്തിന്റെ ശക്തിയാണ്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോളൂ, കണ്ണടച്ചോളൂ. നിന്റെ ആശ്രയം അതാണ്. തിരുസഭയിൽ ആദ്യത്തെ രക്തസാക്ഷി സ്റ്റീഫൻ കല്ലെറിഞ്ഞു കൊല്ലപ്പെടുമ്പോൾ അപ്പസ്തോല പ്രവർത്തനം 7-ാം അധ്യായം 55 മുതൽ വചനം കാണുന്നു. അവൻ സ്വർഗത്തിന്റെ മഹത്വം അവൻ കണ്ടു. ആത്മാവിൽ ആരോഗ്യം പ്രാപിച്ച വ്യക്തി കല്ലെറിയുന്നവരെ നോക്കിക്കൊണ്ട് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കില്ല. തന്നെ വേദനിപ്പിക്കുന്നവരെ നോക്കിക്കൊണ്ട് പിറുപിറുത്തോണ്ടിരിക്കത്തില്ല. അവഗണിക്കുന്നവരെയും ഒറ്റപ്പെടുത്തുന്നവരെയും നോക്കിക്കൊണ്ട് വിഷമിച്ചോണ്ടിരിക്കില്ല. ഇന്നലകളിലെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കില്ല. മറിച്ച് അവൻ സ്വർഗത്തിലേക്കാണ് അവൻ്റെ ദൃഷ്ടി പതിക്കുന്നത്. സ്വർഗമാണ് അവൻ്റെ ലക്ഷ്യം. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 3 യുവാക്കൾ ഇതാ തീച്ചൂളയ്ക്കുള്ളിൽ കിടക്കുമ്പോൾ, ഇതാ ചുറ്റും ഇങ്ങനെ അഗ്നിനാളം കത്തിയെരിയുമ്പോൾ അവർ കണ്ടത് സ്വർഗത്തിന്റെ ശക്തിയാണ്. എൻ്റെ പ്രിയരെ, ആത്മീയ ആരോഗ്യമുള്ള വ്യക്തി സാഹചര്യങ്ങളെ നോക്കിയല്ല പ്രാർത്ഥിക്കുന്നത്, വ്യക്തികളെ നോക്കിയല്ല പ്രാർത്ഥിക്കുന്നത്. അവൻ അവൻ്റെ ആത്മീയ മേഖലയിൽ തമ്പുരാൻ കർത്താവിനെ മുഖാമുഖം കാണും. നിന്റെ വീട്ടിലെ സാഹചര്യങ്ങളെ നോക്കിയല്ല നീ പ്രാർത്ഥിക്കേണ്ടത്. നിന്റെ വ്യക്തിപരമായ ജീവിതത്തിലെ സമ്മർദ്ദങ്ങളെ നോക്കിയല്ല നീ പ്രാർത്ഥിക്കേണ്ടത്. മറിച്ച് ആത്മീയമായ ആരോഗ്യം കിട്ടിയ വ്യക്തി രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഈശോയെന്ന് വിളിച്ചോണം. ആ വിളിക്കുള്ളിൽ സ്വർഗത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ചൊരിയപ്പെടും. സ്വർഗത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ചൊരിയപ്പെടും. എഫേസോസ് 1:3 നിന്നിൽ സംഭവിക്കും. എൻ്റെ സഹോദര സഹോദരി, ഈ ശുശ്രൂഷ സമയത്ത് നീ ആയിരിക്കുന്നിടങ്ങളിൽ രണ്ട് കരങ്ങളും ഉയർത്തി നിനക്ക് എങ്ങനെ പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാ പ്രചോദിപ്പിക്കുന്നുവോ അതുപോലെ നീ പ്രാർത്ഥിക്കുന്ന സമയം, പ്രത്യേകിച്ച് ഈ ശുശ്രൂഷ സമയത്തിൽ നിന്റെ ജീവിതത്തിൽ ആത്മീയമായി നിന്നെ തടയുന്ന എല്ലാ തിന്മകളെയും ബന്ധിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ ശുശ്രൂഷ സമയത്ത് നിന്റെ ജീവിത വഴികളിൽ നിന്നെ അസ്വസ്ഥപ്പെടുന്ന ഭാരങ്ങളെ ബന്ധിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഓ കർത്താവേ, ആത്മീയമായി ആരോഗ്യം സ്വീകരിക്കുന്നതിന് തടസ്സം വരുന്ന എല്ലാ മേഖലകളെയും ഇതാ പരിശുദ്ധ കുരിശിന്റെ ശക്തിയാൽ, യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ, തിരുരക്തത്തിന്റെ ശക്തിയാൽ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന സമയം രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദാഹത്തോടെ പ്രാർത്ഥിക്കണം. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കണം. The mighty power, the mighty anointing ഓരോ വ്യക്തിയിലേക്ക് വെളിപ്പെടുന്ന സമയമാണ്. ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കണം. ഒരു പുതിയ അഭിഷേകം സംഭവിക്കട്ടെ, ഒരു പുതിയ അഭിഷേകം സംഭവിക്കട്ടെ, ഒരു പുതിയ അഭിഷേകം സംഭവിക്കട്ടെ. കണ്ണുകളടച്ച് കൈയടിച്ച്
കണ്ണുകളടച്ച് കൈയടിച്ചോ. ഈ സമയം നിങ്ങളെ ഹന്നാമ്പളം തെളിച്ച് വെഞ്ചരിച്ച് പ്രാർത്ഥിക്കുക. ഓ കർത്താവേ, ആത്മീയമായി ക്ഷീണിച്ചു പോയവർ, ആത്മീയമായ ഏതെങ്കിലും തഴക്കദോഷങ്ങളിൽ പെട്ടവര്, ആത്മീയമായി ദുഃഖിക്കുന്നവര്, ആത്മീയമായിട്ട് വരൾച്ച ബാധിക്കുന്നവര് ഈ ശുശ്രൂഷ സമയത്ത് കർത്താവെ വിടുവിക്കണമേ. കർത്താവെ, ആത്മീയ അഭിഷേകം ജ്വലിപ്പിക്കണമേ. ജീവിതത്തിൽ കിട്ടിയ കൃപകൾ നഷ്ടപ്പെടുത്തി കളഞ്ഞവര് ഈ ശുശ്രൂഷ സമയത്ത് വീണ്ടും ബലം പ്രാപിക്കട്ടെ. നന്നായിട്ട് കൈയടിച്ചോ, പോരാ, ശക്തിയോടെ ഈ ശുശ്രൂഷ സമയത്ത് കൈയടിച്ച് വലിയ അഭിഷേകം പ്രാപിക്കട്ടെ. ദൈവത്തിന്റെ ശക്തി, പരിശുദ്ധാത്മശക്തി അഗ്നിനാവുകളായി പടരുന്നു. 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 പാപത്തിന്റെ കെട്ടുകൾ പൊട്ടിത്തകരുന്നു, ശാപത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴുന്നു. പാപത്തിന്റെ കെട്ടുകൾ പൊട്ടിത്തകരുന്നു, ശാപത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴുന്നു. പാപത്തിന്റെ കെട്ടുകൾ പൊട്ടിത്തകരുന്നു, ശാപത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴുന്നു. എല്ലാവരും പാപത്തിന്റെ കെട്ടുകൾ പൊട്ടിത്തകരുന്നു, ശാപത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴുന്നു. ഈ ജനത്തിന്റെ ഇടയിൽ ദൈവാത്മാവ് വരുമ്പോൾ തളർന്ന കൈകാൽ മുട്ടുകളെല്ലാം ശക്തി പ്രാപിക്കുന്നു. വരണ്ടു വറ്റിയ ഹൃദയത്തിൽ പുതുജീവൻ നിറയുന്നു. ഒരു കുളിത്തന്നനായി എന്നകതാരിതായി പുതുജീവൻ തരും ദൈവ സാന്നിധ്യമേ. റുഹായേ നികായി വാ, റുഹായേ നിവായി വാ, റുഹായേ വിട്ടായി വാ, റുഹായേ നിലവായി വാ. സർവ്വയർത്തി റുഹായേ നികായി വാ, റുഹായേ നിവായി വാ, റുഹായേ വിട്ടായി വാ, റുഹായേ നിലവായി വാ. കരങ്ങളുയർത്തി ശക്തിയോടെ കൈകളടിക്കാം. അഭിഷേകത്തോടെ ശക്തിയോടെ ചേർന്ന് കൈകളടിക്കാം. കരങ്ങൾ താഴ്ത്തി ചിറകുള്ള ആത്മാവേ, ആശ്വാസദായകനേ, ജീവനദിയായി നിറഞ്ഞു കവിയും ദൈവ ചൈതന്യമേ, ആത്മാവേ. അഗ്നിച്ചിറകുള്ള ആത്മാവേ, ആശ്വാസദായകനേ, ജീവനദിയായി നിറഞ്ഞു കവിയും ദൈവ ചൈതന്യമേ, ആത്മാവേ. കരങ്ങൾ ഉയർത്തി കൈകളടിച്ച് നിറഞ്ഞിടുക, വന്നു കവിഞ്ഞിടുക, ആത്മാവേ. ഹൃദയത്തിൽ വന്നിടുക. ആമേൻ. നിറഞ്ഞിടുക, വന്നു കവിഞ്ഞിടുക, എൻ ഹൃദയത്തിൽ വന്നിടുക. നിറഞ്ഞിടുക, നിറഞ്ഞിടുക, ആമേൻ. വന്നു കവിഞ്ഞിടുക, എൻ ഹൃദയത്തിൽ വന്നിടുക. നിറഞ്ഞിടുക, വന്നു കവിഞ്ഞിടുക, എൻ ഹൃദയത്തിൽ വന്നിടുക. രണ്ടു കരങ്ങൾ ഉയർത്തി ഈശോയേ. അഭിഷേകത്തിന്റെ ആത്മാവ് വെളിപ്പെടട്ടെ, പുതിയ അഭിഷേകം വെളിപ്പെടട്ടെ, എല്ലാ കെട്ടുകളും അഴിയപ്പെടട്ടെ, വലിയ ദൈവശക്തി നിറയപ്പെടട്ടെ. ആരാധന 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 ആരാധന. ദൈവത്തിന്റെ ആത്മാ ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കാൻ കൃപ ലഭിക്കുന്ന ഒരു ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കട്ടെ.
നാവിന്റെ എല്ലാ കെട്ടുകളും കർത്താവ് അഴിക്കട്ടെ. സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. പോരാ 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 പോരാ. നാവിന്റെ എല്ലാ കെട്ടുകളും കർത്താവ് അഴിക്കട്ടെ. നാവിന്റെ എല്ലാ കെട്ടുകളും കർത്താവ് അഴിക്കട്ടെ. നിന്റെ ഹൃദയത്തിന്റെ ഭാരങ്ങൾ കർത്താവ് എടുത്തു മാറ്റുന്നു. പരിശുദ്ധാത്മാവ് നിന്റെ നാവിനോട് സംസാരിക്കുന്നു. ദർശനങ്ങളും വെളിപ്പെടുത്തലുകളും ലഭിക്കുന്ന വ്യക്തികൾ അതനുസരിച്ച് പ്രാർത്ഥിക്കട്ടെ. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ലംബാരി റുഹ ലംബാരി റുഹ ഈ ദിവസത്തിന്റെ അഭിഷേകം ഓരോ വ്യക്തിയിലേക്ക് വെളിപ്പെടട്ടെ. മരവിച്ച ഹൃദയങ്ങളെ കർത്താവെ ശക്തിപ്പെടുത്തണമേ. മരവിച്ച ഹൃദയങ്ങളെ കർത്താവെ ഒരുക്കണമേ. ഉണർവ് നഷ്ടപ്പെട്ട വ്യക്തികൾക്ക് ഉണർവ് ലഭിക്കണമേ. ഓ കർത്താവേ, ഓ കർത്താവേ, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ തിന്മയുടെ കെട്ടുകളും കർത്താവ് അഴിക്കണമേ. എല്ലാ തിന്മയുടെ കെട്ടുകളും കർത്താവ് അഴിക്കണമേ. മനസ്സിന്റെ ഭാരം മാറ്റണമേ. പ്രാർത്ഥിക്കാൻ പറ്റാത്തവണ്ണം ഞങ്ങളെ കെട്ടിയിട്ടിരിക്കുന്ന തിന്മയുടെ എല്ലാ കെട്ടുകളും കർത്താവ് അഴിക്കണമേ. ഓ കർത്താവേ, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. നാളുകളായിട്ട് ഭാരപ്പെടുന്ന വിഷയങ്ങൾ കർത്താവ് ഇടപെടണമേ. തെറ്റായ സ്നേഹബന്ധങ്ങൾ കർത്താവ് ഇടപെടണമേ. മൊബൈൽ ഫോണിന്റെ അഡിക്ഷനിൽ കർത്താവ് ഇടപെടണമേ. അനാവശ്യ കാര്യങ്ങൾക്ക് സമയം കളയുന്ന സ്വഭാവത്തിൽ കർത്താവ് ഇടപെടണമേ. അഭിഷേകത്തെ ചോർത്തിക്കളയുന്ന എല്ലാ വിഷയങ്ങളിലും കർത്താവ് ഇടപെടണമേ. ഒരു പുതിയ അഭിഷേകം ചൊരിയണമേ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഭാഷാവരത്തിന് കൃപ ലഭിക്കുന്ന ഒരു ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കുന്നു. നിന്റെ ഹൃദയത്തിന്റെ ഭാവങ്ങൾ അറിയുന്ന കർത്താവ് നിന്നിൽ ഇടപെടുന്നു. ആരാധന കർത്താവേ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു കർത്താവേ. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ആരാധന കർത്താവേ. രണ്ട് കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ചോ. രണ്ട് കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ചോ. കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചോ. എൻ്റെ പ്രിയ സഹോദര സഹോദരി, നിന്നിൽ അത്ഭുതകരമാവണ്ണം കർത്താവിൻ്റെ കൃപ ചൊരിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ശുശ്രൂഷ നീ പങ്കെടുക്കുന്നത് വെറും അവിചാരിതമല്ല, ബൈ ചാൻസ് അല്ല, മറിച്ച് ഇത് കർത്താവിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗമാണ്. നിന്റെ ആത്മീയ ആരോഗ്യത്തെ ശ്രദ്ധിക്കണമെന്നും നിന്റെ ആത്മീയ മേഖലയിൽ നിന്നെ ഭാരപ്പെടുത്തുന്ന കാര്യങ്ങളിൽ ഒരു വിടുതൽ പ്രാപിക്കണമെന്ന് ഇത് കർത്താവിൻ്റെ വലിയൊരു നിർദ്ദേശമാണ് നിന്നോട്. എൻ്റെ സഹോദര സഹോദരി, ഒരു പക്ഷേ ഇന്ന് നിന്റെ കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെട്ടു പോയത് നിന്റെ ആത്മീയ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കാത്തത് കൊണ്ടല്ലേ? നിന്റെ കുടുംബത്തിൽ നിസാരപ്പെട്ട കാര്യങ്ങൾക്ക് പോലും വഴക്കും വക്കാണവും സംഭവിക്കുന്നത് ആത്മീയ ആരോഗ്യം നഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ? ചില പൊട്ട തീരുമാനങ്ങൾ എടുത്തത്, ചില പൊട്ട കുഴിയിൽ ചെന്ന് വീണത്, ഇന്ന് ജീവിതത്തിൽ ചില നിസ്സഹായമായ സാഹചര്യങ്ങൾ കണ്ണുനീര് ഒഴിക്കുന്നത് നിന്റെ ജീവിതത്തിൽ ആത്മീയമായ ആരോഗ്യം നഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ? എൻ്റെ പ്രിയ സഹോദര സഹോദരി, കർത്താവ് നിന്നിൽ ആഗ്രഹിക്കുന്ന നിന്റെ നഷ്ടപ്പെട്ട ആത്മീയ ആരോഗ്യം നീ വീണ്ടെടുക്കണം. നീ ഭൂമിയിൽ ക്ഷീണിച്ച് മരവിച്ച് ഉണങ്ങി ജീവിക്കാൻ വിളിക്കപ്പെട്ട വ്യക്തിയല്ല. നീ ആര് തന്നെയാണെങ്കിലും, നിനക്ക് എത്ര പ്രായമുള്ള വ്യക്തിയാണെങ്കിലും, നിനക്ക് എത്ര അനുഭവ പരിചയമുള്ള വ്യക്തിയാണെന്ന് പറഞ്ഞാലും, നിന്റെ ജീവിതത്തിൽ വർഷങ്ങളായിട്ട് നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കും. ഒരുപക്ഷെ നീ പറയും, ഞാൻ എത്രയോ പ്രാർത്ഥനാ ശുശ്രൂഷകൾ പങ്കെടുത്തു, എന്താണ് ഇതിന്റെ പ്രത്യേകത? എൻ്റെ സഹോദര സഹോദരി, നിന്റെ ആത്മീയമായ ആരോഗ്യം നീ ശ്രദ്ധിക്കണം. ആത്മീയമായ ആരോഗ്യം ശ്രദ്ധിക്കണം. ശരീരത്തിന്റെ മസിൽസ് ഒക്കെ ഇടയ്ക്ക് വീക്കാവും പ്രായം കൂടുന്നതനുസരിച്ച് എന്നുള്ളത് പോലെ മനസ്സിന്റെ ആത്മീയ ആരോഗ്യത്തിന്റെ മസിൽസ് ചില കാര്യങ്ങളൊക്കെ വീക്കായില്ലേ? നിനക്കിന്ന് പല കാര്യങ്ങളിലും ഭാരമുണ്ടല്ലോ. എന്താ അതിന്റെ കാരണം? ഒരു പക്ഷേ ആത്മീയമായി ആരോഗ്യത്തിൽ ശ്രദ്ധിക്കാത്തത് കൊണ്ടല്ലേ? ഒരു ദിവസം 24 മണിക്കൂർ എത്രയോ സമയം നമ്മൾ എത്രയോ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നു. നിനക്കെല്ലാത്തിനും സമയമുണ്ട്, എന്നാൽ ആത്മീയമായ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ മാത്രം സമയമില്ല. കാരണം ബാക്കി എല്ലാ കാര്യത്തിനും രസമുണ്ട്. എൻ്റെ കർത്താവേ, ആത്മീയമായി ആരോഗ്യം അത് ശക്തിപ്പെടുത്താൻ കർത്താവേ, ഇന്ന് എന്നെ ഈ ശുശ്രൂഷയിലേക്ക് കൊണ്ടുവന്ന കർത്താവേ, നിനക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിന്റെ സകല പ്രതിസന്ധികൾക്കുമുള്ള ഉത്തരമാണ് നിന്റെ ആത്മീയമായ ആരോഗ്യം നീ മെച്ചപ്പെടുത്തണം. ഈ ശുശ്രൂഷ ഈ ലോകത്തിന്റെ ഏത് ഭാഗത്തുനിന്ന് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന വ്യക്തി ഒരുപക്ഷെ നിന്റെ ജോലിക്കാര്യത്തെക്കുറിച്ച് ഓർത്തിട്ടായിരിക്കും, നിന്റെ ജീവിത പങ്കാളിയെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിട്ടായിരിക്കും, നിന്റെ വീട്ടിലെ സാമ്പത്തിക ഞെരുക്കത്തെക്കുറിച്ച് ഓർത്തിട്ടായിരിക്കും.
മക്കളെ കുറിച്ച് ഓർത്ത് വിഷമിച്ചുകൊണ്ടായിരിക്കും. ആയിക്കോട്ടെ, ഏത് വിഷയമാണെങ്കിലും ഈ ഭൗതിക വിഷയത്തിൽ ഇടപെടണമെങ്കിൽ ആദ്യം നമ്മുടെ ആത്മീയ ആരോഗ്യം മെച്ചപ്പെടുത്തണം. ആത്മീയ ആരോഗ്യം മെച്ചപ്പെടുത്തണം. കർത്താവെ, ഞങ്ങളിതാ ഏറ്റെടുക്കുന്നു. യോഹന്നാന്റെ ലേഖനം 3-ാം ലേഖനം 2-ാം തിരുവചനം, വാത്സല്യ ഭാജനമേ, നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും നിനക്ക് ഐശ്വര്യമുണ്ടാകട്ടെ എന്നും നീ ആരോഗ്യവാനായിരിക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവെ, ഈ ആശംസ എന്നിൽ സംഭവിക്കട്ടെ. നെറ്റിയിൽ ഒരു കുരിശടയാളം വരച്ച് നമ്മൾ അത് ഏറ്റെടുക്കുന്നു. എന്നിട്ട് നമ്മൾ നമ്മളോട് തന്നെ പറയുന്നു, ആമേൻ, 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 ആമേൻ.